അളിയ സോറി കുറച്ച് താമസിച്ചു പോയി. ഒറ്റ കീറും. 10 മണിക്കുള്ള പരീക്ഷയ്ക്ക് 9:00 വന്ന് കോപ്പി എഴുതുന്നേ. എടാ ഞാൻ 7:30 വരാന്നും പറഞ്ഞിരുന്നേ. എന്നിട്ട് എന്താ എഴുന്നേറ്റത് 9 മണിക്കായി പോയി. ആടാ എന്റെ കൈ പുസ്തകം ഇല്ലാതായി പോയി. അല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും എഴുതി എന്റെ പാട് നോക്കിയേനെ. ആരും കാത്തിരിക്കത്തില്ലായിരുന്നു. എന്താ പുസ്തകം ഇല്ലാത്ത? പുസ്തകം വാങ്ങിക്കേണ്ട പൈസക്ക് മന്തി കഴിച്ചിട്ട് ന്യായം അടിക്കുന്നു. നമുക്ക് രണ്ടുപേർക്ക് എന്തിനാ പുസ്തകം? ഒരാൾക്ക് പോരായ എന്റെ പൈസക്ക് മന്തി കഴിക്കാന്ന് നീലൂടെ പറഞ്ഞേ. എന്നിട്ട് അതിന്റെ പകുതി നക്കിട്ട് പറയുന്ന കേട്ടോ. അത് പോട്ടെ, തർക്കിച്ച് ഇന്നാ പരീക്ഷ ഇങ്ങ് വരും. എന്തെങ്കിലും എഴുതി വെക്കണ്ടായോ? അല്ല പുസ്തകം ഇങ്ങോട്ട്. നീ എന്തെങ്കിലും എഴുതിയായിരുന്നോ? ഞാൻ എഴുതാനോ? ഞാൻ എന്തോ എഴുതാൻ? എന്നാ പുസ്തകം. ഞാനില്ല സുമേഷിനെ കൊണ്ട് ജയിക്കാനുള്ള അടയാളപ്പെടുത്തിക്കൊണ്ടുവരാം. നീ പേപ്പർ പേന എടുത്ത് വെച്ചോ. എടാ സുമേഷ് ശല്യപ്പെടുത്തുവാന്നറിയാം, പക്ഷെ നിവൃത്തിയില്ലായിട്ടാ. എടാ ഇതിനകത്ത് ജയിക്കാനുള്ള എന്തോന്ന് വെച്ചൊന്ന് അടയാളപ്പെടുത്തി തരാമോ? എഴുതി വെക്കാനാടാ പ്ലീസ്. എടാ ഇപ്പൊ സമയമില്ല, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എടാ നീ എല്ലാം പഠിച്ചേല്ലേ എടാ. നീ എന്തായാലും ഫുൾ മാർക്ക് വാങ്ങിക്കും. എടാ ഇച്ചിരി മനസാക്ഷി കാണിക്കടാ പ്ലീസ്. അങ്ങേടെ എടാ അരവിന്ദേ, എടാ അടയാളപ്പെടുത്തിയോ? എന്നാ ഈ അടയാളപ്പെടുത്തിയല്ല എഴുതിയാൽ നിങ്ങൾക്ക് ജയിക്കാം. അടയാളപ്പെടുത്തി കിട്ടിയോ? ഇത് മൊത്തം വരച്ചു വെച്ചേക്കുവാണല്ലോ. ആദ്യത്തെ 4 ചാപ്റ്റർ അല്ലേ എഴുതിക്കൊണ്ട് പോയാൽ നമുക്ക് ജയിക്കാമെന്നാ അവൻ പറയുന്നത്. എടാ അതിന് 4 ചാപ്റ്റർ അല്ല ഉള്ള പരീക്ഷ. അങ്ങനെയാണെങ്കിൽ ഫുള്ള് വാങ്ങിച്ചൂടായോ? ഇതിലിപ്പോ എന്തോ എഴുതണ്ട. നിനക്ക് അതിനകത്ത് എന്തുവാണ് എഴുതാൻ തോന്നുന്നത് അതങ്ങ് എഴുതിക്കും. എന്തെടുക്കോടാ? എടാ നമ്മൾ ഈ എഴുതിയ ഏതെങ്കിലും ഒന്ന് വരണേന്നും പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു പാവ സാറ് കയറണേന്നും പ്രാർത്ഥിക്കുവാടാ ഭഗവാനേ. എടാ എന്താടാ നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. എടാ PT സാറ് വരുന്നു. ഭഗവാനെ എന്റെ പ്രാർത്ഥന ഇത്ര പെട്ടെന്ന് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യമായിട്ട് ഒരു എക്സാം ഹാളിൽ നിൽക്കുന്നത്, അപ്പൊ അതിന്റെ ചെറിയൊരു പോരായ്മ കാണും. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. സാറേ അതൊക്കെ സിമ്പിളാ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്ന സാറുമാരും ടീച്ചർമാരും ആ കഥകിന് വെളിയിൽ പോയി നിൽക്കും, അത്രേ ഉള്ളൂ. ഈ കഥകിന് വെളിയില് ആടാ പിന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ കോപ്പി കാണുമെന്ന് എനിക്കറിയാം. ക്വസ്റ്റ്യൻ പേപ്പർ തരുവാന്നേ, എല്ലാരും വാങ്ങിച്ചോ. എടാ ആദ്യത്തെ 10 എണ്ണവും ലാസ്റ്റത്തെ 2 essay നമ്മൾ എഴുതിയതിനകത്തുണ്ട്. ആണ് അങ്ങനെ ആണെങ്കിൽ ഇന്നത്തെ പരീക്ഷ പൊളിച്ച്. മോനെ ഇവിടെ ഇന്നാ മതിയോ? മതി സാറേ. എന്ത് പാവ സാറാടാ ഇത്. എടുത്തോ. മോനെ മോനെന്തോ കോപ്പി അടിക്ക് വന്നു. അതും എന്റെ ക്ലാസ്സിൽ. നീ ഇനി ഇവിടെ ഇരുന്ന് എഴുതണ്ട, ആ കസേര പോയി ഇരുന്ന് എഴുതും. പോ സാറേ. പോടാ. ഇനി ഏതെങ്കിലും ഒരുത്തൻ കോപ്പി അടിക്കുക കണ്ടെഴുതുക ചെയ്താ പേപ്പർ വലിച്ചെറിയാൻ കളയും. എടാ മോനെ ഞാൻ അവിടെ പോയി നിൽക്കണോ? സാറ് PT പീരീഡ് ഇങ്ങനെ അല്ലല്ലോ മോനെ. PT പീരീഡ് എന്ന് പറഞ്ഞാൽ കളിച്ച് രസിച്ച് നടക്കേണ്ട സമയം. അപ്പൊ നമ്മൾ അങ്ങനെ നടക്കണം. പക്ഷെ പരീക്ഷ അങ്ങനെ ആണോ? പഠിച്ചിട്ട് വന്ന് എഴുതണം. അതുകൊണ്ട് നിനക്കറിയാവുന്ന എഴുതി വെച്ചിട്ട് പോ. ഓഹോ എങ്കിൽ ഇന്നാ സാറേ. ഇതിനകത്ത് നിന്റെ പേര് മാത്രമേ ഉള്ളല്ലോ. സാറേ എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. പോട്ടെ സാറേ. എന്നാ സാറേ നീ എഴുതി കഴിഞ്ഞോ? ഇതിൽ കൂടുതൽ എന്തോന്ന് കഴിയാൻ. പോട്ടെ സാറേ. സാറേ എന്റെ പേപ്പർ തീർന്നു പോയി. ആ 2 പേപ്പർ ഇങ്ങനെ തന്നായിരുന്നെങ്കിൽ പരീക്ഷ അങ്ങ് തീർക്കായിരുന്നു.